ഹലോ, വെൽക്കം ബാക്ക്. റബീസ്വേൾഡിൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ആട്ട പൊറോട്ടയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇതെന്തായാലും തയ്യാറാക്കി നോക്കണം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ആട്ട പൊറോട്ട തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. 1/2 കിലോ ഗോതമ്പ് മാവ് ഞാൻ ഇതിനായി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഉപ്പ് കലർത്തിയിട്ടുള്ള വെള്ളം, പച്ചവെള്ളമാണ് എടുത്തിട്ടുണ്ട്. ഇത് ഉപയോഗിച്ച് നമുക്ക് ഈ മാവ് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതിലോട്ട് എണ്ണയൊന്നും ചേർത്തേണ്ട ആവശ്യമില്ല. ഇത് ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട്. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ല കേട്ടോ. ഇത് ഇങ്ങനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. കുറച്ച് സമയമെടുത്ത് കുഴച്ചെടുത്താൽ മതി. ഇത് നമുക്ക് ചെറിയ ഒരു ഉരുളകളാക്കി എടുക്കണം. അത്യാവശ്യം ഒരു വലിയ ഉരുളകൾ തന്നെ വേണം. ഇതേ കണ്ടില്ലേ, ഇതുപോലെയുള്ള ഉരുളകളാക്കി മാറ്റണം മുഴുവനായിട്ട്. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു രൂപത്തിലായിരിക്കരുത് മാവ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെ വേണം തയ്യാറാക്കിയെടുക്കാൻ. ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓയിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേങ്കിൽ ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡാൽഡ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതിലൊക്കെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് പരത്തിയെടുക്കാം. ഇത് പരത്തിയതിന് ശേഷം അതിലോട്ട് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ഇങ്ങനെ മറിച്ച് മടക്കിയെടുക്കാം. അങ്ങോട്ടും മുന്നോട്ടും ബാക്കോട്ടും മടക്കി ഇങ്ങനെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് മടക്കിയെടുക്കാം. ഇതുപോലെ ഇരിക്കും. എന്നിട്ട് നമുക്കിതൊന്ന് ചുറ്റിച്ചെടുക്കാം. ഇത് ചുറ്റിച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് പരത്തിയെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ ഈ പൊറോട്ട കല്ലൊന്ന് നന്നായിട്ട് ചൂടാക്കണം. നല്ല ചൂട് വേണം. ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്കിങ്ങനെ ഓരോന്നും പരത്തിയിട്ടിങ്ങനെ പൊറോട്ട കല്ലിലിട്ട് കൊടുക്കാം. പിന്നെ ഡാൽഡയാണ് ഞാനിവിടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഡാൽഡ പതുക്കെ നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് മറിച്ചിടുമ്പം ശ്രദ്ധിക്കണം, എണ്ണ ഡാൽഡ ഒഴിച്ചു കൊടുക്കാൻ മറക്കരുത്. സാധാരണ പൊറോട്ട നമ്മളെങ്ങനെയാണോ തയ്യാറാക്കുന്നത് അതുപോലെ തന്നെ ഇതും തയ്യാറാക്കിയെടുക്കാം. ഏകദേശം നമ്മുടെ ഈ പൊറോട്ട തയ്യാറായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇത് തയ്യാറാക്കിയെടുക്കാം. ഇതേ നമ്മുടെ പൊറോട്ട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ചൂടോടുകൂടെ അടിച്ചെടുത്താൽ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. കണ്ടില്ലേ, നമ്മുടെ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇഷ്ടമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ ഇനേബിൾ ചെയ്ത് വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.